ഞണ്ട് നന്നാക്കാൻ പോയണ്ടാ. അപ്പോൾ ഈ ഈ ഞണ്ട് ജീവനുള്ള ഞണ്ടിനെ വാങ്ങിച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഈ പുഴഞ്ഞണ്ട് വാങ്ങിക്കണമെങ്കിൽ ജീവനുള്ളതിനെ മാത്രം വാങ്ങിക്കുള്ളൂ, ഇങ്ങനെ കാല് കെട്ടിയത്. പിന്നെ കടൽ ഞണ്ട് പുള്ളിഞ്ഞണ്ട് എന്ന് പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ, ആ പുള്ളിഞ്ഞണ്ടുകളെല്ലാം ചത്തുപോകും, പെട്ടെന്ന് ചത്തുപോകും. ചില സമയത്ത് മാത്രം ജീവൻ ഉള്ളത് കിട്ടാറുള്ളൂ, അത് ചത്തുപോകും പെട്ടെന്ന് തന്നെ. പക്ഷെ ഇതുങ്ങൾ ചാവൂല, ഭയങ്കര കരുത്തുള്ള ഒരു ഞണ്ടാണിത്. വലിയ ഞണ്ടൊക്കെ എക്സ്പോർട്ടിങ്ങിന് പോകട്ടോ, അതിനൊക്കെ ഭയങ്കര വിലയാണ്. മഡെന്നാണ് പറഞ്ഞതിനാ. ഇത് ആണും പെണ്ണും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇത് ശരിക്കും ഞണ്ട് നന്നാക്കണം എന്നല്ല പറയണ്ട, ഞണ്ടായിട്ട് യുദ്ധം ചെയ്യണമെന്ന് പറയണം. അത്രക്കും ബുദ്ധിമുട്ടാണ് ഇതിനെ നന്നാക്കി എടുക്കാനായിട്ട്. കൈമ പിടിച്ചാലുള്ള അവസ്ഥ നോക്കി അത്രയൊന്നും ഇടുന്നില്ല. ഇത് ഒരു 3 വർഷം മുമ്പ് എനിക്കൊരു അബദ്ധം പറ്റി. ഞാനിതേപോലെ ആ വള്ളി കഴിഞ്ഞ് പെട്ടെന്ന് എൻ്റെ വിരലിൽ കടിച്ചു കഴിഞ്ഞപ്പോൾ ഞാനത് പൊടഞ്ഞ് കഴിഞ്ഞപ്പോൾ കൈ വിരൽ കീറിപ്പോയി. ബ്ലഡ് ഇങ്ങനെ നിൽക്കാതെയാണ് പോയിക്കൊണ്ടിരുന്നത്, അത്രയും ആഴത്തിലാണ് ഇത് കീറിയത്. അത് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഇത് ഞണ്ട് ഇറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അങ്ങോട്ട് ആഴ്ന്നിറങ്ങും ആ ഇറച്ചിയിലേക്ക്, അതാണ്, പിന്നെ വിടൂല അത്. ഇത് ചില ആൾക്കാരൊക്കെ ഇത് അപ്പം തന്നെ എടുത്ത് തിളച്ച വെള്ളത്തിലേക്ക് ഇടും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കും കുറേ നേരം ഇതിനെ പൊളിച്ചെടുക്കാൻ. പക്ഷേ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും മാറ്റം വരും. ഞാൻ ഇതാണ് ഇങ്ങനെ കണ്ടാണ് കേട്ടോ വീട്ടിൽ പഠിച്ചാക്കണത്. അതുകൊണ്ട് അതങ്ങനെ തന്നെ ചെയ്യുള്ളൂ കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടും അല്ല വേണ്ടത്, ഇതിനേക്കാൾ ഇത്തിരി കൂടി ചെറിയ ഞണ്ടായിരിക്കണം. അതിന് പിന്നെയും ടേസ്റ്റ് കൂടും. ഒരു ഞണ്ടിൻ്റെ ഒരു പാകമുണ്ട്, അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ പൊന്നുള്ള സമയം അതൊക്കെ നോക്കി വാങ്ങിക്കണം. ഞാൻ ഓരോ മാസവും ഇത് മറന്നു പോകും ഇതിൻ്റെ സമയം. പക്ഷേ ഇപ്പം ചെന്നപ്പോൾ കറക്റ്റായിട്ട് എനിക്കത് കിട്ടി. ചെറായിലാണ്ടത്, ചെറായി കരുത്തല രാവിലെ 7 മണിക്ക് അല്ലെങ്കിൽ 6:30 മുതൽ ഒരു 11:30 വരെയൊക്കെ ഉണ്ടാവും കേട്ടോ അവിടെ. പക്ഷേ ഇതൊക്കെ കിട്ടൂല കേട്ടോ, ഇതെല്ലാം രാവിലെ തന്നെ ചെന്നില്ലെങ്കിൽ കിട്ടില്ല. നന്നായി കഴുകുക കേട്ടോ, എല്ലാവരും നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ ഇത് പൊളിക്കുള്ളൂ. ഇത് കൈ കൊണ്ടൊന്നും പൊളിച്ചാൽ ഇത് വിട്ടൊന്നും പോരൂല. എൻ്റെ വിരലൊക്കെ ഇന്ന് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ ഭയങ്കര നീറ്റൊരുക്കുള്ളൂ. പല സ്ഥലങ്ങളിലും മുറിഞ്ഞിട്ടുണ്ടാവും. എത്രയും ബലം പിടിച്ചാൽ മാത്രമേ ഇത് വിട്ടുപോരുള്ളൂ. ഇത് ആൺഞണ്ടാട്ടാ. ഈ പെൺഞണ്ടിൻ്റെ പൊന്നിന് വ്യത്യാസം ഉണ്ടാവട്ടെ. ഇത്ര പൊന്നുള്ള ഞണ്ട് ഭയങ്കര ടേസ്റ്റാണിത്. കഴിച്ചേക്കണ ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ. ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ടാന്ന് പറയും കേട്ടോ, മുമ്പൊക്കെ പറയുമായിരുന്നു കേട്ടോ. അവ എന്താണെന്ന് ചോദിക്കും, എന്താണെന്ന് നമ്മൾ ചോദിക്കുമല്ലോ, അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അപ്പോൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞണ്ട് കറി ഇതൊക്കെ പൊളിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാവരും പൊളിച്ച് നിന്ന് കഴിയുമ്പോഴേക്കും അടുത്ത കറിയിലേക്ക് രണ്ടാമതൊരു കറി എടുക്കാനായിട്ട് സമയം കിട്ടില്ലെന്ന്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പഴഞ്ചൊല്ല് വന്നാക്കണെന്ന് പറഞ്ഞാൽ കണ്ട. ആണിനും പെണ്ണിനും കൂടിയായിട്ട് ഞാൻ കാണിച്ചത്. ആണിൻ്റെ ഇതില്ല പൊളിച്ചെടുക്കണ അതണ്ട, ഇത് വീതി കൂടുതലായിരിക്കും പെണ്ണിന്. അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. ഇത് പെൺഞണ്ടാണ്ടാ കണ്ട, വീതി കൂടുതലുണ്ടാ. ഇതാണ് ഞണ്ട്, ഇത് പെൺഞണ്ട്. ഇത് കുറച്ചും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തരി പോലെ അതിങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കും. അത് മുട്ടയിടാൻ വേണ്ടിയിട്ട് അത് മുട്ടയാവും. കണ്ടാ, ഇതാണ് പെൺഞണ്ട്. കളർ കണ്ടാ. ഇത് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഞണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റുമൊക്കെ ഭയങ്കര മണമൊരുക്കുള്ളൂ. വീടിന് ചുറ്റും എന്തോരം മണമൊരുക്കുമെന്ന് അറിയാം ഇത് വറുത്തരച്ച് വെച്ച് കഴിയുമ്പോഴേക്കും. ഇത് കുറേ സമയം വേണം. മീൻ നന്നാക്കണ പോലെ അല്ല, പച്ചഞണ്ട് നന്നാക്കിയിട്ടെങ്കിൽ നല്ല സമയം വേണം. ഇതൊക്കെ ഞാൻ ഒരുപാട് സമയം എടുത്ത് തന്നെ ഇത് നന്നാക്കി എടുത്തട്ടാ.
ഈ പഞ്ഞിഞ്ഞണ്ടാണെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും അറിയാൻ പറ്റുമോ? പഞ്ഞിഞ്ഞണ്ടാണെങ്കിൽ പൊന്നുണ്ടാവും ഇത്രയൊന്നും ഉണ്ടാവില്ല. അത് വെറുതെ കൈ കൊണ്ട് പിടിച്ചു കഴിയുമ്പോൾ തന്നെ അത് അങ്ങനെ വിട്ടുപോരും. അത് ഇതിൻ്റെ പടം കൊഴിക്കുമെന്ന് പറയില്ല, പാമ്പ് പടം കൊഴിക്കണ പോലെ തന്നെ ഞണ്ട് പടം കൊഴിക്കുമെന്ന് പറയുന്നുണ്ട്. ശരിയാണ്. അത് പൊളിച്ച് കഴിയുമ്പോൾ ഇത് പഞ്ഞി പോലെ ഇരിക്കും. അപ്പോൾ പഞ്ഞി ഞണ്ട് എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഞണ്ടൊക്കെ വാങ്ങിക്കുമ്പോൾ അതും കൂടി കിട്ടാറുണ്ട്. ഞങ്ങളുടെ അവിടെ മൂത്തുവന്നത്ത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു പുഴയുണ്ട് കേട്ടോ. സത്താർ ഐലൻഡ് എന്നൊക്കെ പറയാം. അതിൻ്റെ അപ്പുറത്ത് തിരുത്ത് സത്താർ ഐലൻഡ്. അപ്പോൾ അതിലെ കൂടി ഇങ്ങനെ കൊട്ടി വരും, ഞണ്ട് കൊട്ടി വരും. ഞണ്ടല്ല, മീൻകാരെല്ലാം ഇങ്ങനെ കൊട്ടി വരും. പിന്നെ അവിടെ തന്നെ വല വീശും. വല വീശി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഈ ഞണ്ട് ഇങ്ങനെ തരാം. അതപ്പോൾ അതിന് കാലം ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ആരെയാണ് കടിക്കേണ്ടത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽപ്പുണ്ടാവും. അതിനൊക്കെ അവർ പിടിച്ച് അപ്പം തന്നെ ഒടിച്ച് തരും നമുക്ക്. അപ്പം തന്നെ കറി വെക്കും. പക്ഷെ ഇത് ഞങ്ങളുടെ ഇവിടെ ആലങ്ങാടൊന്നും ഇത് കിട്ടൂല കേട്ടോ. ഇങ്ങനത്തെ ഒരു സാധനമേ കിട്ടൂല. ഇതിനൊക്കെ അവിടെ തന്നെ പോകണം. വരാപ്പുഴയുണ്ട്. വരാപ്പുഴ എനിക്ക് എളുപ്പമാണ്. പക്ഷെ വരാപ്പുഴത്തെ ഞണ്ടിന് വ്യത്യാസമുണ്ട്. കാരണം നമ്മുടെ ഇവിടെ FSCTയുടെ വെള്ളമൊക്കെ ഒഴുകണ ആണല്ലോ പുഴയിലൊക്കെ. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് കുറവും മീനും ഞണ്ടിനും ഒക്കെ ഉണ്ടാവും ഇവിടുത്തെ പുഴയിലത്തേക്കാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഞണ്ട് വാങ്ങിക്കാറില്ല. ഞണ്ടും കരിമീനും ഒന്നും വരാപ്പുഴയിൽ നിന്ന് വാങ്ങിക്കാറില്ല. ഇതൊക്കെ ചെറായി ഭാഗത്തു നിന്ന് തന്നെ വാങ്ങിക്കുള്ളൂ. ഇതെല്ലാവരും ഞാൻ പൊളിച്ച് മാറ്റി വെച്ച്. അതേപോലെ പിച്ചാത്തിയും കൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. ഇതും പരിചയമില്ലാത്ത ആൾക്കാർ ഈ സാധനം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറുവേദന വരും. എല്ലാവർക്കും പറ്റില്ല. പിന്നെ ചെമ്മീനും ഉണ്ട്. അതിൻ്റെ മുള്ളിന് മുഴുവനും ഇതൊരു ഭംഗിയാണ് കാണാനായിട്ട്. പ്രത്യേകിച്ച് എനിക്ക് പരിചയമുള്ള കാരണം ഇത് പ്രത്യേകിച്ച് തിരിഞ്ഞ് വെച്ചാക്കണത് എടുത്ത് തരും. അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആൾക്കാർ ആണെങ്കിൽ നമുക്ക് പഞ്ഞിയുണ്ട് എല്ലാം കൂടി ഒരു മിക്സ് ചെയ്ത് തരും. പിന്നെ കാലിൻ്റെ തുമ്പെല്ലാം ഞാൻ പുറത്ത് തന്നെ വെച്ച് വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിങ്ങനെ ഒന്ന് പയ്യെ പൊട്ടിച്ചിടണം. ഇതൊക്കെ ഒരുപാട് ശ്രദ്ധിച്ച് കഴിക്കേണ്ട സാധനമാണ്. അതായത് കിഴങ്ങാണ് ഇതിൻ്റെ മെയിൻ കൂട്ട്. അപ്പോൾ ഈ കിഴങ്ങിലേക്ക് ചാറും ഇതൊക്കെ കൂടി ഒഴിച്ചിട്ട് ഇതിൻ്റെ ഈ തൊണ്ട് കുരക്കി പോവാതെയൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് കഴിക്കേണ്ട ഒരു സാധനമുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ ഇതെല്ലാവരും ചെറുപ്പത്തിൽ ഒടുങ്ങിയൊക്കെ കഴിക്കണ കാരണം അതൊക്കെ ശീലിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ ആ ചെമ്മീൻ ചതച്ച് അരച്ച് പുരട്ടി വെച്ചിട്ടാ. അത് കഴിഞ്ഞപ്പോൾ അതിട്ട് ഇതിനകത്തേക്ക് ഇഞ്ചി പച്ചമുളക് വേപ്പില സവാള പച്ചമുളക് എല്ലാം കൂടി വാട്ടാനരിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോഴേക്കും ഇത് വറുത്ത് അതിന് ശേഷം ഇതെല്ലാം വാട്ടി പിടിപിടിയെന്ന് കാണിക്കണം കേട്ടോ. അല്ലെങ്കിൽ സമയം ഒരുപാട് പോകും. ഇത് അരപ്പ് വാട്ടണയിലാണ് കേട്ടോ കഥ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരപ്പ് വാട്ടി ഇത് വെളിച്ചെണ്ണ തെളിയണം. ഇതിന്മേന്ന് തന്നെ ഈ അരപ്പുമ്പേന്ന് തന്നെ ഒരു വാസന വരണം കേട്ടോ. ഇതേപോലെ ആ വെളിച്ചെണ്ണ തെളിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ ഞണ്ട് അങ്ങനെ എടുത്തിടുന്നത്. പച്ചനെ ഇടുന്നത്. ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങും. കുറച്ച് വെള്ളം ആ പാത്രം ഒന്ന് കഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ. പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത് ഭയങ്കര ശ്രദ്ധിച്ച് കൊടുക്കണം. അത്ര കൂടി വെള്ളം ഞാൻ ഒഴിച്ചിട്ടാ. ഇനി അതവിടെ കിടന്ന് വേവുമ്പോഴേക്കും തേങ്ങ കുരുമുളക് തേങ്ങ വേപ്പില ഇതെല്ലാം കൂടി വറുത്ത് അരച്ചെടുക്കണം. കുറച്ച് കല്ലുപ്പിട്ട് മൂടി വെക്കാം. ഇത്രയും കാര്യം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത് വറക്കാം. അത് ഇവിടെ കിടന്ന് തിളച്ച് വെള്ളമൊക്കെ ഇറങ്ങി തിളച്ച് ഒരു വിധമാകുമ്പോഴേക്കും എന്നിട്ട് അതിനകത്തേക്ക് ഒഴിക്കാം. ലാസ്റ്റ് കുറച്ച് മസാലപ്പൊടി. ഇതെല്ലാം മസാലപ്പൊടി അങ്ങനെ ഇവിടെ പൊടിച്ച് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടാ.
തേങ്ങ വറുത്ത് അരച്ച് കലക്കി ഒഴിച്ച് ഇതേ കുറച്ച് മസാലപ്പൊടി അങ്ങോട്ട് തൂവി ഇതങ്ങോട്ട് ഇളക്കാം. വേറെ ഒന്നും ഞാൻ ഇത് ചെയ്യൂല ഇതിനകത്ത്. വിറകടുപ്പിലാണ് ഞാൻ ഉണ്ടാക്കണത്. കപ്പ കറി, ഞണ്ട് കറി, ഇതേ ചെമ്മീൻ ചതച്ചേർത്തത്, സൂപ്പർ ടേസ്റ്റ്.